വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭയങ്കരമായ മഴ. ഓണമൊക്കെ ഇവിടെ വരെയായില്ലാതെ. ഇന്ന് എന്താ പൂരാടമായില്ല, നാളെ ഉത്രാടമായി, മറ്റന്നാൾ തിരുവോണമായി. ഒരു ഓണം ഫീലും ഇല്ലല്ലോ ഈ വർഷം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫീലും ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഞാൻ ധ്യാനസ് ഇന്നലെ വൈകുന്നേരം നമ്മൾ സിനിമ കാണാൻ പോയി വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുള്ളൊരു സൈലൻസ്, ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ കൂരവ് കാച്ചി കേട്ടോ. കൂരവ് കാച്ചി ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഹീമോഗ്ലോബിൻ കുറവുള്ളത് കാരണം നല്ല ചൂട് കൂരവ് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചപ്പാത്തി ഉണ്ട്, അതുകൊണ്ട് രാവിലത്തെ കാര്യം ഇങ്ങനെ കുശ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറായി, തോരനായി, ഒരു വഴുതണങ്ങ പച്ചടിയായി, അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കാണെങ്കിൽ. രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുളിച്ച് ചെറിയ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുളിച്ച ശേഷം ഞാനൊന്ന് കിടക്കാമെന്ന് വെച്ചിട്ട് നടു ഭയങ്കര വേദനയുണ്ട്. അങ്ങനെ ഞാൻ വെച്ചു കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ കിടന്ന ശേഷം എണീറ്റിട്ട് കുറച്ച് മുട്ട കുറച്ച് മുട്ടയല്ല, ഒരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ആ മുട്ട പൊരിക്കുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് മുട്ടയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ക്യാമറ ഇവിടെ ചരിച്ച് വെച്ചിരുന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നു, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തോരനും കാര്യങ്ങളൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചു. ഇപ്പോൾ ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിക്കാം, ചുമ്മാ ഒരു സൈഡ് ഡിഷായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊരിക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ പച്ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കഴിച്ചു തരാം ഞങ്ങൾക്ക് ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ധ്യാനസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി 2 മണിയാണ്ട് കഴിഞ്ഞു കേട്ടോ, കഴിക്കാറായി. മറ്റവനും അവ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണി 1:30 ആകുമ്പോൾ ആവശ്യക്കണമാണെന്ന് വിളി വരും. അപ്പോൾ ആ സമയമാകുമ്പോൾ ചോറങ്ങ് എല്ലാവരും കഴിക്കും. ഇന്ന് നമ്മൾ 2-2:30 മണിയായി. ഞാൻ ഇച്ചിരി കിടന്ന് പാട്ടൊക്കെ ഇട്ട് കിടന്ന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടയുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി കലക്കി ഒഴിക്കുക എന്നുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുട്ട അരിഞ്ഞ് പറക്കെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല വലിയ ഇളക്കിയിട്ട് ഞാൻ എൻ്റെ മുട്ട പൊരിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഫുൾ ഇളക്കി നല്ല മിക്സ് ചെയ്യാം. നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ മുട്ട പൊരിക്കണല്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് മുട്ട പൊരിക്കാനുള്ള തവയായിട്ട് ഇത് കുഞ്ഞ് തവ ഞാൻ ലുലുമോളെന്ന് വാങ്ങിയാണ് കേട്ടോ. പിന്നെ എണ്ണ ഒഴിക്കാണ്ട് ഒരു ദിവസം എൻ്റെ അമ്മ ഇട്ട് പരിപാടി നടത്തിയാണ്. നോൺ സ്റ്റിക്ക് അല്ലേ, എണ്ണ ഒഴിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചെറിയ അടയാളങ്ങളൊക്കെ വീണ്ടെടുക്കുന്നതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. ഒരാൾക്കുള്ള മുട്ടയൊക്കെ പൊരിക്കാൻ ഇത് തന്നെ ധാരാളം കേട്ടോ. എളുപ്പമാണ് നല്ല. കാരണം പെട്ടെന്ന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിക്കണം, ഒഴിക്കാതിരിക്കരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ്. ഇന്ന് ഞാൻ എന്ത് ചോറാണെന്നറിയോ? ബിരിയാണിയുടെ റൈസാണ് കേട്ടോ. കാരണം 2 ദിവസം മുന്നേ കുറച്ച് ബിരിയാണി ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ ഇവിടെ മന്തി വാങ്ങിച്ചു. ഓർമ്മയുണ്ടോ? ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി അതുപോലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ അരിയുള്ള ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ചോറും ക്യാരറ്റ് തോരനും നമ്മുടെ വഴുതനങ്ങ പൊരിച്ചിട്ട് അതിൽ കുറച്ച് തൈര് ഒഴിച്ചുള്ള പച്ചടിയും ഒരു മുട്ടയും കൂടെ ആകുമ്പം നമ്മുടെ ഇന്നത്തെ ചോറ് ഇതാണ് കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടിയോട് അച്ചാറുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവും മോനും കൂടെ ഒന്ന് ചിരിപ്പിക്കുമല്ലേ. അപ്പോൾ അവിടെ എൻ്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം ചോറ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെ മെലമെലേ നമ്മുടെ കാലം വെളുത്തിച്ച് കിടക്കുന്നുണ്ടില്ല ഞാനാണ്. അങ്ങനെ അവിടെ നമ്മുടെ ടി വി വീണ്ടും കംപ്ലൈൻ്റ് ആയി കേസ്. അത് വീണ്ടും കൊടുത്തു കേട്ടോ. പിന്നെ ഇച്ചിരി അവിടെ കിടന്ന് ഉറങ്ങി ഇന്ന് ഞാൻ. പിന്നെ പാല് വാങ്ങിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ പോയി വാങ്ങിയിട്ട് കുറച്ച് വടയും കൂടെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള പരിപാടി, ചായയല്ല കോഫി. അപ്പോൾ അത് കുടിച്ച ശേഷം അപ്പോൾ സന്ധ്യയായി. നമ്മുടെ ലിയോ അവിടെ കിടക്കുന്നു, ഞാനിവിടെ സിറ്റ് ഔട്ടിൽ കലന്നിട്ടിരിക്കുന്നു. ചെക്കയില്ലാത്തതുകൊണ്ട് വലിയൊരു ബോറടിയാണ്. ഒരു അനക്കും ആവിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കലപല പറഞ്ഞുകൊണ്ട് കിടക്കും. നാളെയും ഡ്യൂട്ടിയില്ല, നാളെ ഇനി വീട്ടിലോട്ട് പോകണം രാവിലെ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കാം. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പോയിക്കാൻ മഴ, കാറ് മടിച്ച് പിടിച്ച് പോണേക്കാർ സ്കൂട്ടിയിലൊക്കെ പോയാലോ ബൈക്കിൽ പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കാൻ പോയി, കുളിച്ചിട്ട് ഇറങ്ങട്ടെ, എങ്ങോട്ടെങ്കിലും പോക്കായ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റമൊന്നുമില്ല. നമ്മളെപ്പോഴും റെഡി ചെയ്താൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറയുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ വഴി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കല്ലമ്പലം ഒരു രക്ഷയില്ല കേട്ടോ. രാത്രി ഇറങ്ങിയപ്പോഴും തിരക്കും ബ്ലോക്കും തന്നെ, ഭയങ്കരമായ ബ്ലോക്ക്. ഇത്രയും ബ്ലോക്ക് ആറ്റിങ്ങല്ല, ഇത് കല്ലമ്പലം ജംഗ്ഷനാണ്. ഇത്രയും ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എല്ലാ വർഷവും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ കടുവാപ്പള്ളിയിൽ നാളെ നബിദിനം ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും 2 ദിവസം കൊണ്ടേ ഉണ്ട് കേട്ടോ പരിപാടികൾ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്ത് പോയാണ് കേട്ടോ. കടുവാപ്പള്ളിയിലെ ഫങ്ഷൻസ് ആണ്. അപ്പം ഞങ്ങൾ പോയി നിൽക്കുന്നത് എവിടെയാണ്? ATCT ഹോസ്പിറ്റലാണ് കേസ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് കാണിച്ചത്? അതാ ഈ മനുഷ്യനെ നിങ്ങൾ നോക്കണം. ഈ മനുഷ്യൻ്റെ മൂക്കിലേക്ക് നോക്കൂ, ഒന്ന് നോക്കട്ടെ. മൂന്ന് കാണിച്ചാൽ സൂം ചെയ്ത് കാണിച്ചാൽ ആരെങ്ങനെയാണ് കുതു വരുന്നുണ്ടോ?
കുറച്ച് ദിവസം കൊണ്ട് ഒരു മുഖക്കുരു വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ പരുവായി, മൂക്ക് നമ്മളെ ജോക്കർ കണക്കായി കേട്ടോ. അപ്പോൾ ഭയങ്കര വേദന സഹിക്കാൻ വയ്യായിരുന്നപ്പോഴത്തേക്ക് ഇത് ആ ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 10:30 മണിയായപ്പോൾ ഇറങ്ങി. റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം നേരെ ഇറങ്ങി. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് വർക്കല പോയിട്ട് 10:30 11 മണിയായി ക്ലിഫിലെത്തിയപ്പോൾ. ഏകദേശം എല്ലാവരും ഒക്കെ അടച്ചു തുടങ്ങി. എന്നാലും ഓണം ആയതുകൊണ്ടാണ് വലിയ തിരക്ക് കുറവാണ്. മറ്റേ ഈ സമയമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ട് നടക്കും. നമ്മൾ വല്ലതും കിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഓടി ഓടി പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ആ മീനൊക്കെ വെച്ചിട്ട് അവിടെ സൈഡിൽ നമ്മുടെ പതിവ് കാഴ്ചയാണല്ലോ ക്ലിഫിലേക്ക് പോയി കഴിഞ്ഞാൽ. ഞാൻ നിങ്ങൾക്ക് കടൽ കാണിച്ചു തരുന്നതാണ്, പക്ഷേ കടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നല്ല രാത്രിയായി. അങ്ങനെ നമ്മൾ കൂടുതൽ ദൂരം ഒന്നും പോയില്ല. സ്കൈ ലോഞ്ചിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ നല്ല ഫംഗ്ഷൻ നടക്കുന്ന ഫംഗ്ഷൻ അല്ല, ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ കാണുമല്ലോ ഇങ്ങനെ പരിപാടീസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരാറായി. എന്നാലും കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് മേളിലാണ് നമ്മൾ പോയിരുന്നത് കേട്ടോ. മേളിൽ ഓപ്പൺ എയർ സ്ഥലമുണ്ട്, പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, മഴയെ കാരണം ഒരു നിവർത്തിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഇതാണ് കേട്ടോ. അവിടെ വേറെ വെളിച്ചമൊന്നുമില്ല, അവിടെ മെഴുകുതിരി വെളിച്ചത്തിലാണ് നമ്മളെല്ലാവരും ഇരുത്തിയിരിക്കുന്നത്. അതൊരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തിരുന്ന് ഓപ്പൺ എയർ ഇരിക്കാൻ പറ്റും, പക്ഷെ മഴയായതുകൊണ്ട്. അപ്പോൾ ബേക്ക് നിങ്ങൾക്ക് കടലിയും കാണിച്ചിരുന്നുണ്ടോ? കണ്ടോ കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കടൽ. കണ്ടോ, നേരത്തെ കാണാൻ പറ്റില്ല, ഇപ്പം കാണുന്നില്ല നിങ്ങൾ കടൽ. നമ്മുടെ വർക്കല ക്ലിഫിലാണ്. അപ്പം ഇവിടേക്കുള്ള എല്ലാവരും ഇവിടെ വരാറുണ്ട് കേട്ടോ. നമ്മളെ കണക്കുള്ളവർ എത്ര ഇവിടെയും വരാതെ വേറെ എങ്ങോട്ടേയും പോകുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ക്ലിഫിൽ. അപ്പോൾ ഇങ്ങനെ നല്ല ലൈറ്റിങ് കേട്ടോ. ആ ഒരു ലൈറ്റും ഒരു ചെറിയ മെഴുതിരി വെളിച്ചവും മാത്രമേ ഉള്ളൂ. പിന്നെ വന്ന സ്ഥിതിക്ക് ലാസ്റ്റ് കസ്റ്റമർ അവളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നു. ഇതെന്താ, കൊഞ്ചും കണവയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ എന്തോ ഒരു ഫിഷിൻ്റെ ഐറ്റം വാങ്ങിക്കൂട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഏകദേശം 12 മണിയായി. ഞാൻ വാച്ച് കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ സമയം കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായതുകൊണ്ട്. മഴയൊക്കെ ഏകദേശം നല്ല രീതിയിൽ ഇവിടെയൊക്കെ പെയ്തിരിക്കുന്നുണ്ടോ, തറ കാണുമ്പോൾ അറിയാം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ നമ്മൾ തിരിച്ച് ഫാമിലി അറേബ്യ ഉണ്ട് നമ്മളെ ഇവിടെ നിന്ന് കയറിയിട്ട് കുറേ നാളായി. അങ്ങനെ നേരെ വർക്കലോട്ട് വന്നിട്ട് എനിക്കൊന്ന് ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തന്നെ കുറേ നാളായി. തിരക്ക് പിടിച്ച ജീവിതം ഓട്ടമല്ലേ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് സൈഡ് മൊത്തം. ഓണം അല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ്